ആകാശവാണി സ്വാതന്ത്ര്യദിനത്തിൽ തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. പതിറ്റാണ്ടുകളോളം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യക്കാർ നടത്തിയ വിപുലമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമാണ് നമ്മുടെ രാജ്യത്തിന് ലഭിച്ച സ്വാതന്ത്ര്യം. സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണിത്. മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചു. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ ധീര ദേശാഭിമാനികളും സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സരോജിനി നായിഡു തുടങ്ങിയ നേതാക്കളും സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചു. എന്നാൽ ഈ പ്രശസ്ത വ്യക്തികൾക്ക് പിന്നിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയ അനേകം സാധാരണക്കാരുടെ ത്യാഗങ്ങളുമുണ്ടായിരുന്നു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഉയർന്ന ത്രിവർണ പതാക 80 വർഷങ്ങൾക്കു ശേഷവും വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഒരു രാജ്യത്തെ ഒന്നിപ്പിക്കുന്നു. 80ാമത് സ്വാതന്ത്ര്യദിനം രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ന്യൂഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. സ്ഥിരതയുള്ള ഭരണകൂടവും ശക്തമായ ഭരണഘടനയുമാണ് ഇന്ത്യയുടെ കരുത്തെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശക്തമായ നീതിന്യായ വ്യവസ്ഥയും എല്ലാവർക്കും വഴികാട്ടുന്ന ഭരണഘടനയുമാണ് രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് അടിത്തറയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടാനായി സപ്തധാര എന്ന് നാമകരണം ചെയ്ത 7 മേഖലകളെ സമഗ്രമായി പ്രയോജനപ്പെടുത്താൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സപ്തധാരയുടെ ശക്തി ഉപയോഗിച്ച് രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാനും വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനും സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. मैं आज उस युग को भी याद करना चाहूंगा जब देश भारत का सामर्थ्य सप्त सिंधु के रूप में हम जानते थे, हम समझते थे, हम सुनते थे. अब विकसित भारत बनाने के लिए हमें नई धारा चाहिए. आज लाल किले की प्राचीर से मैं देश के सामने शक्ति की सप्त धारा का आह्वान करता हूं. आने वाले 5-7 साल में जो पिछले 5-7 दशक में नहीं हुआ, वो सप्तधारा के सामर्थ्य से, शक्ति से हम देश को नई ऊंचाई, नई गति देंगे और नए लक्ष्यों को पार करने वाला सामर्थ्य देंगे. और इसके साथ साथ देश की युवा शक्ति का सामर्थ्य का भरपूर राष्ट्र निर्माण में उपयोग होगा. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്തിടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതം നേരിട്ട കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. വിവിധ മേഖലകളിൽ നിന്നുള്ള 5000-ഓളം പ്രത്യേക ക്ഷണിതാക്കളാണ് ന്യൂഡൽഹിയിലെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത്. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്കിനെ ആദരിച്ചുകൊണ്ട് യുവശക്തി എന്ന ആശയത്തിനാണ് ഇത്തവണത്തെ ആഘോഷങ്ങളിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദേശീയ ഗീതമായ വന്ദേ മാതരം 150 വർഷം പൂർത്തിയാക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായ പ്രത്യേകത ആദ്യമായി ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേ മാതരം ആലപിച്ചു എന്നതാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, JP നഡ്ഡ, S ജയശങ്കർ തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. സ്വതന്ത്ര ഭാരതത്തെ വികസിത ഭാരതമാക്കി മാറ്റാനുള്ള പവിത്രമായ ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്നലെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നവരായ വിദ്യാർത്ഥികളുടെ ഭാവിയും സുരക്ഷിതമാക്കാൻ എല്ലാവരും സംഭാവന നൽകണമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. Future generations have as much right over natural resources as we do. We must ensure that none of our actions result in the slightest encroachment upon the exercise of this right by future generations. We should make all efforts so that we are able to live for them even richer bounties of nature. Our faith in conserving the environment is an integral part of our tradition. പ്രതിബദ്ധതയോടും ഉത്തരവാദിത്തത്തോടും അഭിമാനത്തോടും കൂടി രാഷ്ട്രത്തെ സേവിക്കാൻ ത്രിവർണ പതാക എന്നും പ്രചോദനമേകട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. ഭരണഘടനയുടെയും ത്രിവർണ പതാകയുടെയും മൂല്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി
സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുരക്ഷാ മേഖലയിലെ ആവശ്യങ്ങൾ സ്വയം നിറവേറ്റുന്ന രാഷ്ട്രമായി ഇന്ത്യ മാറിയതായും ആഗോള പ്രതിരോധ രംഗത്തെ കയറ്റുമതി രാഷ്ട്രമായി ഉയർന്നു വന്നതായും അദ്ദേഹം പറഞ്ഞു. हमारी सरकार ने रक्षा क्षेत्र में आत्मनिर्भरता को हमेशा सर्वोच्च प्राथमिकता दी है. आज भारत केवल अपनी सुरक्षा आवश्यकताओं को पूरा करने वाला देश ही नहीं रहा, बल्कि हम ग्लोबल डिफेंस मैन्युफैक्चरिंग और डिफेंस एक्सपोर्ट्स के क्षेत्र में एक उभरती हुई शक्ति बन चुके हैं. हमारा घरेलू रक्षा उत्पादन जो 2014 तक मात्र 46,000 करोड़ रुपए हुआ करता था, वो वित्त वर्ष 2025-26 में रिकॉर्ड 1,78,000 करोड़ रुपए पर पहुंच गया है. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി. 80ാം സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്നും പുഷ്പവൃഷ്ടി നടത്തി. വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും മുതൽ മതേതരത്വത്തിലും സാക്ഷരതയിലും സഹിഷ്ണുതയിലും രാഷ്ട്രീയ ബോധ്യത്തിലും കേരളം ഇന്ന് രാജ്യത്തിന് മാതൃകയാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള കേരളമാണ് ഉയർക്കൊള്ളേണ്ടത്. വികസനോന്മുഖമായ പ്രവർത്തനങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുള്ള കഠിനാധ്വാനവും പുതുതലമുറയെയും മുതിർന്ന പൗരന്മാരെയും ചേർത്ത് പിടിച്ചുള്ളതുമാകട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. മതേതരത്വവും ജനാധിപത്യ ബോധവും തുല്യതയുമാണ് നമ്മുടെ കരുത്തും ഊർജവും. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും സ്വാതന്ത്ര്യദിനാശംസകൾ പങ്കുവച്ചു. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. KPCC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്തു. മാഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പുതുച്ചേരി സിവിൽ സപ്ലൈസ് മന്ത്രി ശിവകൊളുന്തു പതാക ഉയർത്തി. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ജില്ലകളിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കൊല്ലം ആശ്രാമ മൈതാനത്ത് മന്ത്രി ഷിബു ബേബി ജോൺ അഭിവാദ്യം സ്വീകരിച്ചു. പത്തനംതിട്ടയിൽ മന്ത്രി PC വിഷ്ണുനാഥ്, കോട്ടയത്ത് മന്ത്രി മോൻസ് ജോസഫ്, ആലപ്പുഴയിലെ ചടങ്ങിൽ മന്ത്രി M ലിജു, എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി M ജോൺ എന്നിവർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഇടുക്കിയിൽ മന്ത്രി അനൂപ് ജേക്കബും, തൃശൂരിൽ മന്ത്രി OJ ജനീഷും, പാലക്കാട് മന്ത്രി AN ഷംസുദ്ദീനും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ, മലപ്പുറത്ത് മന്ത്രി PK ബഷീർ, വയനാട് മന്ത്രി T സിദ്ദിഖ്, കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി സണ്ണി ജോസഫ്, കാസർഗോഡ് മന്ത്രി KM ഷാജി എന്നിവർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ കൊച്ചി INS ഗരുഡയിൽ ഇന്ന് രാവിലെ സെറിമോണിയൽ പരേഡ് നടന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയം, തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം എന്നിവിടങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. ലക്ഷദ്വീപിൽ എല്ലാ ദ്വീപുകളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വിപുലമായി ആഘോഷിച്ചു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ തലസ്ഥാനമായ കവരത്തിയിൽ സംഘടിപ്പിച്ച ഔദ്യോഗിക ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SB ദീപക് കുമാർ വന്ദേമാതരം ആലാപനത്തിന് ശേഷം ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. 2047 വികസിത ഭാരതം എന്ന ആശയം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിലേക്ക് നീങ്ങുമ്പോഴുള്ള ലക്ഷ്യങ്ങളെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി രാഷ്ട്രീയ നേതാക്കളുടെയോ സർക്കാരുകളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. സ്വാതന്ത്ര്യത്തിന്റെ 80 വർഷങ്ങൾ, ഒപ്പം സ്മരണകളുടെയും വെല്ലുവിളികളുടെയും നേട്ടങ്ങളുടെയും 80 വർഷങ്ങൾ, വരാനിരിക്കുന്ന വർഷങ്ങളിലെ എണ്ണമറ്റ സ്വപ്നങ്ങൾ, വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ, ഇവയൊക്കെയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് പ്രചോദനമേകുന്നത്. 80 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും വിലപ്പെട്ട സമ്മാനമായ സ്വാതന്ത്ര്യത്തിന്റെ അവകാശികൾ എന്നതിനൊപ്പം രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുക എന്നതും നമ്മുടെ ധർമ്മമാണ്. അതിനാൽ ഈ 80ാം സ്വാതന്ത്ര്യദിനത്തിൽ
ത്രിവർണ്ണ പതാക അഭിമാനത്തോടെ പാറുമ്പോൾ നമുക്ക് ഭൂതകാലത്തിലെ ത്യാഗങ്ങളെ ഓർക്കാം, വർത്തമാനകാലത്തെ നേട്ടങ്ങളെ ആഘോഷിക്കാം. സമാധാനവും സമൃദ്ധിയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു ഐക്യ ഭാരതത്തിനായി പ്രവർത്തിക്കാം. നിങ്ങൾ കേട്ടത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ.